ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഞാൻ ദേ ഇന്ന് സ്റ്റഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമായി. ഞാനിതുവരെ എന്താ പറയുക വിചാരിച്ചിട്ടില്ല മുടങ്ങാണ്ട് 3 ദിവസം അടുപ്പിച്ച് കാണിക്കാൻ പറ്റും എന്നുള്ളത്. അതുതന്നെ വലിയൊരു ഭാഗ്യം കേട്ടോ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് നെക്ലസ്സാണ് കാണിച്ചത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുന്നത് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് മുമ്പത്തൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ ഓരോ സെക്ഷനായിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഒരു 80% ഓർണമെൻറ്റ്സും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. കാരണം അറിയാലോ, ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ ഐറ്റംസ് വരുന്നതാണ്. എന്നാലും ഒരുവിധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓർണമെൻറ്റ്സ് എന്തെങ്കിലും അതിൽ കണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് അയച്ചിട്ട് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യവും പറയും. പകരം വല്ലതുണ്ടെങ്കിൽ കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഇപ്പോൾ ഈ പുതിയ ഫ്രഷ് ആയിട്ടിട്ട ഇതിൽ ആദ്യത്തെ ദിവസം ഞാൻ നെക്ലസും, രണ്ടാമത്തെ ദിവസം അതായത് ഇന്നലത്തെ വീഡിയോസിൽ സ്റ്റഡുകളാണ് ഇട്ടിരുന്നത്, ചെറിയ സ്റ്റഡുകൾ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സ്റ്റഡിൻ്റെ അടിയിൽ ചെറിയ മണിയായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പിന്നെ കുഞ്ഞ് ഡ്രോപ്സ് മാത്രം ഇടുന്നവരുണ്ട്, അതുപോലെ തന്നെ വലിയ ഡ്രോപ്സ്, പിന്നെ ഡംബൽസിൻ്റെ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ഫോട്ടോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോട്ടോസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വീഡിയോ ഇതിൻ്റെ പിന്നാലെ കാണും. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഫോട്ടോയിൽ കണ്ടാൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഹെവി സംഭവങ്ങളാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ്. പിന്നെ ഇത് പതക്കത്തിൻ്റെ മറ്റേ ഡ്രോപ്സ് ആണെങ്കിലും പതക്കത്തിൻ്റെ ഒരു സെക്ഷൻ നമ്മളുടെ കയ്യിൽ വേറെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുന്തൻ സെറ്റിൻ്റെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ 2 കമ്മലുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കാണുക. ഇത് ഹെവി ഡയമണ്ടിൻ്റെ സെറ്റാണ്. ഇത് കണ്ടമാനം നമുക്ക് പോയ ഒരു മാലയുടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എമ്മെന്ന് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഇങ്ങനെ കമ്മലിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഞാത്തി ഉണ്ടാവുന്നതാണ് ഇഷ്ടം. ചിലരുടെ ഫേസിന് അത് വേണം എന്നൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കുട്ടി സ്റ്റഡുകൾ. ഇതിന് സ്റ്റഡെന്നും പറയാൻ പറ്റില്ല, ഡ്രോപ്സ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒക്കെ മയിലിൻ്റെയൊക്കെ പല പാറ്റേണുകളാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ AD സ്റ്റോൺസ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നമ്മളുടെ ഒരുവിധം ഓർണമെൻറ്റ്സ്, അതായത് 99% ഓർണമെൻറ്റ്സും ഗോൾഡിൻ്റെ സെയിം പാറ്റേൺ ആണ്. ബാക്കിൽ പിരിയാണ് കേട്ടോ. സ്ക്രൂ എന്താ പറയുക, പ്രസ് ചെയ്യണ സംഭവമല്ല, ഫുൾ പിരിയാണ്. അപ്പോൾ ഇതൊക്കെ AD സ്റ്റോൺസാണ്. ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇത് അത്യാവശ്യം വലിപ്പത്തിൽ ഇടണം എന്ന് വെച്ചാൽ കുറേ വലുതൊന്നും അല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ അങ്ങനെ വലിയ സ്റ്റഡ് വളരെ കുറവാണ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്ത് നെക്ലസ് എടുക്കുമ്പോൾ തോന്നും, അതിന് ഈ കമ്മലൊന്ന് മാച്ച് ചെയ്തെങ്കിലോ എന്ന്. അപ്പോൾ ഫസ്റ്റ് നെക്ലസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാച്ചുള്ള കമ്മലുകൾ ഉണ്ടോയെന്നും കൂടി അറിയാൻ പറ്റും കേട്ടോ. ഇത് പിന്നാണ്, കണ്ടോ, ഇത് പിന്നാണ്. ഇത് വീണ്ടും പിരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 99% സാധനങ്ങൾക്കും ഗോൾഡൻ പിരിയാണ് വരുന്നത്. പിന്നെ വളരെ അപൂർവം ഈ ഡയമണ്ട് കട്ട് പോലെയുള്ള സംഭവങ്ങൾക്ക് മാത്രമാണ് മറ്റ് പിൻ വരുന്നത് കേട്ടോ. ഇതൊക്കെ കുഞ്ഞ് ഞാത്തികളാണ്. ഇപ്പോൾ കുട്ടികൾ കയ്യിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് കുട്ടികൾക്ക് വൈറ്റ് സെറ്റിൻ്റെ കൂടെ ഇടാനൊരു കമ്മൽ ഒക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ്. അതുപോലെ ചിലർക്ക് ഉണ്ടാവും പെൻഡൻറ്റ് മാത്രം ഇഷ്ടം ഉള്ളവരുണ്ടാവും. അവർക്കും ഈ പറഞ്ഞ ഇങ്ങനെ ഒരു കമ്മലെടുത്തിട്ട് ഹെവി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് ഹെവി പോലെ ആവുമല്ലോ. അപ്പോൾ അത് ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് ഒരു കുഞ്ഞ് മാലയമോ ഒരു ലോക്കറ്റ് ഇട്ടാലും ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു നെക്ലസ്സുകളും ഏകദേശം ഇതിനോട് മാച്ച് ചെയ്തിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. അങ്ങനെ വലിപ്പം തോന്നില്ല. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ കുറേ വലുതാണോ എന്ന് തോന്നും. ഒരു എന്താ പറയുക, സാധാരണ ഒരു വലിപ്പം തന്നെയുള്ളൂ. ഇതൊക്കെ അങ്ങനത്തെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഈ വിരൽ പിടിച്ചിട്ടില്ലേ, അതേ അളവിൽ നിങ്ങളുടെ വിരൽ പിടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഈ കമ്മലുകൾ എത്ര വലിപ്പമുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ 2 സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ഡംബൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഡംബൽസിൻ്റെ മാല പണ്ടത്തെ അറിയില്ലേ, ആദ്യം നടുക്കൊരു വലിയ ബോൾ, പിന്നെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ചെറിയ ബോൾ, ആ ബോൾസിനെയാണ് ഈ ഡംബൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡംബൽസിൻ്റെ കമ്മലുകൾ കേട്ടോ. ഇതിൻ്റെ 1, 2, 3, 4 വരെയുള്ള ഞാലികളുള്ള കമ്മലുകൾ നമ്മളുടെ കയ്യിലുണ്ട്. ഫുൾ വൈറ്റ് സ്റ്റോൺസാണ്. കാണാനൊരു പ്രത്യേക ഭംഗി. ഫുൾ AD സ്റ്റോൺസാണ്. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, ഈ സ്റ്റോൺ പോയാൽ എന്ത് ചെയ്യുന്നത്? പോവില്ല. പോയാൽ തന്നെ അത് നമുക്ക് വെക്കാവുന്ന കേസുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സാണ് നമ്മളുടെ കയ്യിലുള്ള എല്ലാതും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടിയും ഹെവി ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ 3 സെറ്റ് നമ്മൾ കണ്ടേക്കാളും
ഒരു ഇത്തിരി ഹെവി ഉള്ളത്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇത് ഒരു തരം ക്രിസ്റ്റലും മറ്റേ വൈറ്റ് സ്റ്റോണും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു എന്താ പറയുക, ഒരു പ്രീമിയർ ഐറ്റം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇത്. ഇലയായിട്ട് സ്റ്റഡ് മാത്രം ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും പിരിയാണ്. ഇത് ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. കറക്റ്റ് റൗണ്ട് അല്ലാനും എന്നാൽ ഒരു പ്രത്യേക ഭംഗി, നിറച്ച് സ്റ്റോൺസായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാതി കിടക്കണ കാണുമ്പോൾ കേട്ടോ. ഞാനിതിങ്ങനെ കാതി കിടക്കണ കാണുമ്പോൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ മിക്കവാറും വെറൈറ്റി സംഭവങ്ങൾ കണ്ടാൽ ഡിംപിൾ പരീക്ഷിക്കാറുണ്ട്, ഡിവൈൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചിലത് ഞാൻ പറയും ഇത് നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറയും. ഇത് ഈ പറഞ്ഞ പോലെ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സ്റ്റഡില്ലേ, നമ്മുടെ പണ്ടത്തെ പതക്കം ഇഷ്ടംപോലെ കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, ലോക്കറ്റ് അടക്കം. ഇത് കുന്തൻ സ്റ്റോണാണ്, നല്ല ഭംഗിയാണ്. ഈ ഫ്ലവേഴ്സിൻ്റെ ചുറ്റും ഇത് കാതിലിങ്ങനെ നിറഞ്ഞ് കിടന്നിട്ട് ഒരു ചെറിയ ഞാത്തിയായിട്ട് കിടക്കുന്നത്. ഒറ്റ പീസാണ് കേട്ടോ, 2 പീസ് അല്ല അത്. ഇതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭംഗിയാണ്. ഇത് കാതിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കും. ഇതിൻ്റെയൊക്കെ പിരി ശരിക്കും അടിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയിലാണ് കിടക്കുക. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുമ്പത്താവും പിരി. ഇത് മറ്റേ ഹെവി ഒരു നെക്ലസിൻ്റെ ഒരു സിമ്പിൾ നെക്ലസ് ഇട്ടിട്ട് അതിന് ഹെവി റിങ്സ് ഇടണമെങ്കിൽ ഇങ്ങനത്തെയാണ്. അപ്പോൾ സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്യണാണ്ട്, ഡിംപിൾ പ്രത്യേകിച്ച് ചെയ്യണാണ്ട് ചെറിയ താലിമാല, ആ നേരിയ മാലയമ താലി ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹെവി കമ്മലിടുന്നത് കണ്ടിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് ഡിസൈനർ സാരികൾക്ക് പ്രത്യേകിച്ച് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മളുടെ ഇന്ന് വൈറ്റ് ഡ്രോപ്സ് കമ്മലുകൾ. അപ്പോൾ ഞാൻ പതിവ് പോലെ പെട്ടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇനിയും ഇതിൽ വൈറ്റ് സെക്ഷൻ എനിക്ക് തോന്നുന്നു ഇതുള്ളൂ. ഇനി സൂചി നൂലുണ്ട്, പിന്നെ വേറൊരു റിങ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട്. പക്ഷേ ഈ സൂചി നൂലൊക്കെ എനിക്ക് കാണിക്കാൻ വലിയ പാടാണ്. എന്നാലും ഞാൻ നോക്കി നോക്കാം. പക്ഷേ അടുത്തത് ഞാൻ വേറൊരു സെക്ഷൻ നെക്ലസ്സും കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ആ നെക്ലസ് റൂബി വൈറ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.